പേടിക്കണ്ട വാ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. കഴിഞ്ഞോ? നിൽക്ക്. കുഴപ്പമില്ല, പോയിക്കോ. ഷോക്ക് അടിച്ച വേദന ഉണ്ടോ? രാവിലെ ഗുളിക കഴിച്ചായിരുന്നോ? ചെറിയ കയ്പൊക്കെ കാണും, സാരമാക്കണ്ട. അസുഖം മാറണ്ടേ? ആ വേണ്ട വേണ്ട, എഴുന്നേക്കണ്ട. രാവിലെ ഭാര്യ വന്നിട്ട് എന്തു കൊണ്ടെന്നു? അവളെ ഞാൻ സംസാരിച്ച് ബുദ്ധിമുട്ടണ്ട. ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ വീട്ടിൽ പോവാ. കടന്നു. ഗുഡ് മോർണിംഗ് സാർ. എണീറ്റ് നടക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അവിടെ പോയി കിടക്ക്. പോയി കിടക്കാൻ. ഇനി ഇങ്ങനെ നടക്കണത് കാണട്ടെ ഞാൻ. അപ്പൊ കാണിച്ചു തരാം. കിടന്നു. അപകടം, അപകടം. എവിടെ? അവിടെ പോയി കിടക്കാൻ. അമിതാഭ് ബച്ചന് എറണാകുളത്ത്. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. ഇരിക്കൂ. ആർക്കാ? ഇവനാ, വേണു. എന്റെ അനിയനാ. ഞങ്ങൾ 12 പ്രദേശത്താ. ഏറ്റവും ഇളയവനായവൻ. മാതൃകാ കുടുംബമാണല്ലോ. 11 പേരും ഗുസ്തിക്കാരാ. പക്ഷെ ഇവന് താല്പര്യം സംഗീതത്തിലാ. എത്ര നാളായി തുടങ്ങിയിട്ട്? 8 വർഷമായി. 8 അല്ല 10. വേറെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാ. ഇപ്പോഴാ ലേശം കൂടിയത്. വയലന്റ് ആകാറുണ്ടോ? അതില്ല. എപ്പോഴാ പഠിച്ചു തുടങ്ങുന്നത്? എന്ത്? സംഗീതം. നാളെ മുതൽ പഠിച്ചു തുടങ്ങാം. അല്ലേ ഡോക്ടറെ? ഡോക്ടറോ? സംഗീത കോളേജിൽ എന്തിനാ ഡോക്ടർ? അതെ, സംഗീതവും വൈദ്യശാസ്ത്രവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. വൈദ്യനാഥ ഭാഗവതർ എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ വശമില്ല. പുള്ളിക്കാരൻ അതിപ്രഗത്ഭനായ സംഗീതജ്ഞനും അതിവിദഗ്ധനായ വൈദ്യരുമായിരുന്നു. അല്ലേ ഭാഗവതരെ? അല്ലേടോ ഡോക്ടറെ? അമീൻ, ചില വിഷയങ്ങളെ കുറിച്ച് തനിക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് ചോദിക്കുമ്പോ മാത്രമേ വിളമ്പാവൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? യു ടേക്ക് ഹിം ടു ദ ഷോക്ക് റൂം. ഒന്ന് തുറന്നോട്ടെ. വാ. വേണ്ട, തോളെ കയറല്ലേ. ഇതാണ് നമ്മുടെ ബെഡ്. നമ്മുടെ അല്ല, നിമ്മടെ. എന്തേ? അത് വേണ്ട.
പുതിയ അഡ്മിറ്റ് ആണല്ലേ? ആ ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. കൃഷ്ണൻകുട്ടി, ബെന്നി, BNNY, കേശു, കേശു, കേശവൻ. ഞാൻ മിലിറ്ററിയിലായിരുന്നു. ആ. നമ്മുടെ പേരെന്താ? ഗാനലോക വീഥികളിൽ വേണൂതുമാട്ടിടയൻ വേണു. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ഗാനലോക വീഥികളിൽ വേണൂതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ. എങ്കിലും എന്താണ് ഗാനമേളയോ അതോ ഗാന ബഹളോ? എല്ലാവരും അവരുടെ ബെറ്റിൽ കിടക്കണം. ഗോ. കിടതക. എങ്കിലും എന്നോ മലാൾക്കു എങ്കിലും എന്നോ മലാൾക്കു താനീ വന്നേ. ഇതിൽ ഒപ്പിടൂ. പിന്നെ പേഷ്യന് ചെലവുള്ള കാശ് നാളെ തന്നെ എത്തിക്കണം. ഓ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ഇവനെങ്ങാനും വട്ടു വന്നാലുള്ള അവസ്ഥയെ എന്റെ അല്ലോ. മോനെ ഇവിടെ ഒന്നിങ്ങോട്ട് വന്നേ. ഞാനല്ലേ വിളിക്കുന്നത്? വാ. മോന്റെ പേരെന്താ? ബാലൻ. കണ്ടാലും ഒരു ബാലനെ പോലെ തന്നെ. എന്റെ പൊന്നുകൊടി വാതിലൊന്നും തുറന്നേ. ഇല്ല, ആരുമില്ല. മോന് നല്ല തടിയുണ്ടല്ലോ. ഈ പൂട്ടങ്ങ് പുളിക്ക്. എടാ തടിയാ, തെണ്ടി, എടാ കഷണ്ടി, തുറക്കണ വന്ന്. എടാ കള്ള കഷണ്ടി, നിന്നെ ഒരിക്കൽ എന്റെ കയ്യിൽ കിട്ടൂടാ. അന്ന് നിന്നെ ഞാൻ അരിഞ്ഞരിഞ്ഞ് അതെന്താടോ 3 പേർക്കും ഒരേ സമയത്ത് ഒരു തലകറക്കം? പതുക്കെ പറ ഡോക്ടറെ, അമ്മയും കേക്കും. ഞങ്ങൾക്ക് ഡോക്ടറോട് ഒരു രഹസ്യം പറയാനുണ്ട്. അതുകൊണ്ടൊരു കള്ളം പറഞ്ഞതാ. അപ്പൊ തലകറക്കം ഇല്ല? ഇല്ല. പിന്നെന്താ? എന്താന്ന് വെച്ചാ പറയടോ. പിന്നെ ഞങ്ങൾക്ക് എറണാകുളത്ത് പോണായിരുന്നു. എറണാകുളത്തോ? എന്തിനാ? കാണാൻ. ഓ, കാണാൻ, കണ്ടുപിടിക്കാൻ. സ്റ്റഡി ടൂർ. ഭ്രാന്താസ്പത്രി കിടക്കുന്ന ഒരു തൽക്കാലം ഇപ്പൊ പോണ്ട. അതിന് ഞങ്ങൾക്ക് ഭ്രാന്തില്ലല്ലോ. അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കാൻ. ഞാൻ ഇവിടെ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടോ? ഈ അസുഖമുള്ളവരെ കൂടെ ഞാൻ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്? ഓ, ഡോക്ടർ പറയുന്നതിലും കൂടുതൽ ഗുളിക കറക്റ്റ് സമയങ്ങളിൽ ഞാനല്ലേ കഴിക്കുന്നുള്ളൂ. അതെ അതെ. ഡോക്ടർ പുറത്തു പോകുമ്പോ ഞാൻ രോഗികളെ ചികിത്സിച്ച് സഹായിക്കുന്നില്ലേ? ഉണ്ടുണ്ടുണ്ട്. ഇതൊക്കെ തന്നെയാ ഇതിന്റെ ലക്ഷണം. ആദ്യം അസുഖം 100% ഭേദമാവട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് അറിയിക്കും. വീട്ടിൽ നിന്ന് ആള് വന്ന് നിങ്ങളെ കൊണ്ടുപോകും. അവരുടെ കൂടെ എറണാകുളത്തോ എരുമേലിയിലോ എവിടെ വേണമെങ്കിൽ പോയിക്കോ. അമീനെ, ഇവരെ തൽക്കാലം സെല്ലി കൊണ്ടുപോയിട്. അല്ല, തലകറക്കൊക്കെ മാറിയാ? എറണാകുളത്ത് പോണോന്നുണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് ചോദിച്ചാ പോരായിരുന്നോ? ഞാൻ പറയൂലേ പറ്റൂലെന്ന്. വേഗം നടക്ക്. ഒരെണ്ണം പുറത്തിറങ്ങിയേക്കണ്. ഇതെന്ത് പണ്ടാരാണ്? ജെമിനി സർക്കസാ. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് അകത്താക്കട്ടെ. 2-3 പേരെ ഒരുമിച്ച് പുറത്ത് കണ്ടാ പിന്നെ എനിക്കാ ജോലി. നിക്ക്. ഹലോ, അമിതാഭിനെ കാണാനുള്ള അവസാനത്തെ അവസരമാണിത്. അതിനിപ്പോ എന്ത് ചെയ്യാൻ? അയാൾ വിടണ്ടേ? അയാള് വിട്ടില്ലേലും നമുക്ക് പോയി കാണാമായിരുന്നു. എങ്ങനെ? ഭ്രാന്തില്ലായിരുന്നേ. ഇവന് വട്ട. നമുക്ക് ഒറ്റ ഓട്ടം അങ്ങ് വെച്ചു കൊടുത്താൽ. ഗൂർക്ക. അയ്യോ, ഒരു പൊന്നോണം മിന്നിന്റെ വൈകുന്നേരമായി കഴിഞ്ഞ മിന്നി മിന്നി പോണ്ടറങ്ങി. ആരിത്? ലതാ മങ്കേഷ്കറാ? എന്താണ് നിന്റെ ഇടുപ്പിലൊരു പൊതി മുളച്ചിരിക്കണേ? ഏതള്ളേ, എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കുത്തിയെന്നുണ്ടല്ലോ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. വെറുതെ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ വേണ്ടി. മക്കളെ,
കള്ളാണെങ്കി ഒരു തുള്ളി താണെനിക്ക്. എന്താ ചേട്ടാ താമസിച്ചേ? താമസിച്ചതോ? ആ. ഡാക്ടർ പോണം, ആ. നേഴ്സുമാര് പോണം, ആ. പിന്നെ നിന്റെ ഈ കൂട്ടുകാര് മുഴുവൻ ഉറങ്ങണം. എന്നിട്ട് വേണം എനിക്ക് കുന്തമായിട്ട് ഇങ്ങോട്ട് വരാൻ. നിനക്ക് വേണ്ടി കുറെ കാലമായടാ ഞാൻ ഈ ത്യാഗം ചെയ്യാൻ തുടങ്ങിയിട്ട്. കൊണ്ടുവരുന്ന മുഴുവനും ചേട്ടൻ തന്നെയല്ലേ കുടിക്കുന്നത്, പിന്നെന്തോന്ന് ത്യാഗം? ജ്യേഷ്ഠ, ഏ? വീട്ടിൽ നിന്ന് അയച്ചു തന്ന കാശെല്ലാം തീർന്നു. ഓ, ലക്ഷറി ആയിട്ട് പ്രാന്താശുപത്രി കഴിയണമെങ്കിലേ കാശ് വേണം. കാശില്ലാഞ്ഞിട്ടാണോ ചേട്ടന് ഭ്രാന്തില്ലാഞ്ഞേ? എനിക്ക് ഭ്രാന്തില്ലെന്ന് ആരാടാ പറഞ്ഞത്? തെണ്ടി. അതാരാ? ആ ഏ? എന്നാ മോനെ കൃഷ്ണ, നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നിനക്കറിയാവോ? ഭഗവാന്റെ സ്ഥിതിയല്ലേ, ആ അവസ്ഥ ആർക്കും പറയാൻ പറ്റത്തില്ല. അല്ല, ആർക്ക് പറയാൻ പറ്റും? അതല്ല ആ. ഞാൻ പറഞ്ഞ നിന്റെ സ്ഥിതിയെ പറ്റിയാ. എന്തറിയാവോ? ഉം. ഞാൻ പറഞ്ഞുതരാം. കൊരങ്ങെന്ന് കേട്ടിട്ടുണ്ടോ? ഉം. ഏട്ടാ, മങ്കി, ഭ്രാന്ത് പിടിച്ച മങ്കി അത് കള്ളും കുടിച്ചു. കള്ളു കുടിച്ച മങ്കിയുടെ വാലയിൽ ഒരു തേളും കുത്തി. അതാ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ. ചേട്ടാ, ഏ, ഒന്ന് മുറുക്കണമല്ലോ. നീ ആകെ കഴിഞ്ഞെടുക്കല്ലേ, ഞാൻ മുറുക്കി തരാം. ഗുഡ് നൈറ്റ്. ആ, അല്ല, നിക്ക് ബാക്കി കാശ്. എന്താ? ഉറക്കം വന്നതാ. ഓ, ഇങ്ങനെയാണോ ദൈവമേ ഉറക്കം വരുന്നത്? നടന്നു കളിക്കുന്നത്? രക്ഷപ്പെട്ട്. മറ്റൊരു മഞ്ഞ മതിൽ. ശരിയാ. അതിപ്പോ ചാടിയ മതില് തന്നെയാ. ഇറങ്ങ്. ചേട്ടനായിരുന്നോ? അപ്പൊ ഈ മതില് പിന്നെ രണ്ട് മതിലുണ്ടോ? അപ്പൊ നമ്മൾ ആദ്യം ചാടി. എല്ലാരും പോകുന്നു, ഈ ഞാനും പോകുന്നു, എങ്ങോട്ടെന്നറിയില്ലല്ലോ, യാത്ര എങ്ങോട്ട്. ചാട് ചാട്. എങ്ങോട്ടെന്നറിയില്ലല്ലോ. എങ്ങോട്ടെങ്കിലും ചാട്. ഇതിനാണ് ഒരു ഗായകന്റെ പതനം എന്ന് പറയുന്നത് അല്ലേട്ടാ? എന്താ നിന്റെ ഉദ്ദേശം? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾ അമിതാഭ് ബച്ചനെ കാണാൻ പോവാ. ഞാനും. മേരെ യംഗനെ മേ തുംഹാരാ ക്യാ കാം. അയ്യോ, നമ്മുടെ സെല്ലിന്റെ പൂട്ടും താക്കോലും കൊടുത്തില്ല. അത് ഇതുവരെ കൊടുത്തില്ലേ? അത് മോശമായി പോയി. ഇങ്ങോട്ടാ,
ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ട് വരാം. അത് വേണ്ട, താമസിക്കും. അത് മോശം അതൊക്കെ താമസിക്കും. നിങ്ങളൊക്കെ എന്തോ ഒരുമാതിരി ഭ്രാന്തന്മാരെ പോലെ പെരുമാറുന്നത്.